ഈശോയിൽ പ്രിയരെ, എസ് മീഡിയ ലോഗോസ് ക്വിസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠനത്തിന് എടുക്കുന്ന ടോപ്പിക്ക് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 1-ാമത്തെ തലക്കെട്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പ്രധാനമായും 5 തലക്കെട്ടുകളാണ് നമുക്ക് പഠിക്കുവാനായിട്ട് ഉള്ളത്. 1-ാമത്തെ തലക്കെട്ട് വചനം മനുഷ്യനായി, 2-ാമത്തേത് സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം, 3-ാമത്തേത് ദൈവത്തിൻ്റെ കുഞ്ഞാട്, 4 ആദ്യ ശിഷ്യന്മാർ, 5 പീലിപ്പോസും നഥാനിയേലും. ഇതിൽ 1-ാമത്തെ തലക്കെട്ടായ വചനം മനുഷ്യനായി എന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് എടുത്തിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് വചനം മനുഷ്യനായി എന്ന തലക്കെട്ടിന് കീഴേ വരുന്നത്. അപ്പോൾ എത്ര വാക്യങ്ങളാണുള്ളത്? 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നമ്മളിത് പഠിക്കുവാനായിട്ട് എടുത്തിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്കിലെ വചനഭാഗം ആദ്യം ഒന്ന് വായിക്കും, തുടർന്നായിരിക്കും അതിൻ്റെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ ആദ്യം വചനഭാഗം വായിക്കുന്നതാണ്. അധ്യായം 1. വചനം മനുഷ്യനായി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. അവൻ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുൻപ് തന്നെ അവനുണ്ടായിരുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്നും നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അടുത്തതായിട്ട് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുകയാണ്. ചോദ്യം 1. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആദ്യ വചനം. ഉത്തരം: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ചോദ്യം 2. ആദിയിൽ വചനം ആരോട് കൂടെയായിരുന്നു? ഉത്തരം: ദൈവത്തോടു കൂടിയായിരുന്നു. ചോദ്യം 3. സമസ്തവും ആരിലൂടെയാണ് ഉണ്ടായത്? ഉത്തരം: അവനിലൂടെ, ദൈവത്തിലൂടെ ഉണ്ടായി. ചോദ്യം 4. അവനിലുണ്ടായിരുന്ന എന്താണ് മനുഷ്യരുടെ വെളിച്ചമായിരുന്നുവെന്ന് സുവിശേഷകൻ എഴുതിയത്? ഉത്തരം: വചനത്തിലുള്ള ജീവൻ. ചോദ്യം 5. അവനിലുണ്ടായിരുന്ന വെളിച്ചത്തെ എന്തിനാണ് കീഴടക്കാൻ കഴിയാതെയിരുന്നത്? ഉത്തരം: ഇരുളിന്. ചോദ്യം 6. ദൈവം അയച്ച ഒരു മനുഷ്യൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം: യോഹന്നാൻ, സ്നാപക യോഹന്നാനാണ്. ചോദ്യം 7. യോഹന്നാൻ എന്തിനായിട്ടാണ് വന്നത്? ഉത്തരം: വെളിച്ചത്തിന് സാക്ഷ്യം നൽകാനും അവൻ വഴി എല്ലാവരും വിശ്വസിക്കാനും. ചോദ്യം 8. പൂരിപ്പിക്കുക. അവൻ, യോഹന്നാൻ ഡാഷ് ആയിരുന്നില്ല, ഡാഷിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. ഉത്തരം: വെളിച്ചം, വെളിച്ചത്തിന്. ചോദ്യം 9.
യോഹന്നാൻ്റെ സുവിശേഷ പ്രകാരം എന്ത് ദൗത്യവുമായിട്ടാണ് സ്നാപക യോഹന്നാൻ വന്നത്? ഉത്തരം: വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ. ചോദ്യം 10. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന എന്ത് ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നുവെന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: യഥാർത്ഥ വെളിച്ചം. ചോദ്യം 11. യഥാർത്ഥ വെളിച്ചം വഴി സൃഷ്ടിക്കപ്പെട്ടത് എന്ത്? ഉത്തരം: ലോകം. ചോദ്യം 12. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വന്നെങ്കിലും ആരാണ് അവനെ സ്വീകരിക്കാതിരുന്നത്? ഉത്തരം: സ്വജനം. ചോദ്യം 13. യേശുവിനെ സ്വീകരിച്ചവരെല്ലാവർക്കും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കും എന്ത് കഴിവാണ് അവൻ നൽകിയത്? ഉത്തരം: ദൈവമക്കളാകാൻ. ചോദ്യം 14. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർ ദൈവമക്കളായി ജനിക്കുന്നത് എന്തിൽ നിന്നെല്ലാം അല്ല, എന്നാൽ അവർ ജനിച്ചത് ആരിൽ നിന്നാണ്? ഉത്തരം: രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നാണ്. അടുത്ത ചോദ്യം: യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർ എല്ലാം ആരിൽ നിന്ന് ജനിച്ചതായിട്ടാണ് സുവിശേഷകൻ എഴുതുന്നത്? ഉത്തരം: ദൈവത്തിൽ നിന്ന്. ചോദ്യം 16. യേശുവിൻ്റെ മനുഷ്യാവതാരത്തെ യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് എപ്രകാരമാണ്? ഉത്തരം: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വർഷത്തെ ലോഗോസ് ക്വിസിന് അധ്യായവാക്യങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടു. ഇതുപോലെ ചോദിക്കാൻ പറ്റിയ ഒരു വാക്യമാണിത്. യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നതാണ്. ഈ അതിൻ്റെ അധ്യായവാക്യങ്ങൾ എഴുതുക എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ യോഹന്നാൻ 1:14. അപ്പോൾ ഇത് മനഃപ്പാഠമാക്കി വെച്ചേക്കുക. യോഹന്നാൻ 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. ചോദ്യം 17. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നതിലൂടെ നമ്മൾ എന്താണ് ദർശിച്ചത്? ഉത്തരം: അവൻ്റെ മഹത്വം. ചോദ്യം 18. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചപ്പോൾ നമ്മൾ ദർശിച്ച മഹത്വം എപ്രകാരമുള്ളതായിരുന്നു? ഉത്തരം: കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെയും ഏകജാതൻ്റേതുമായ മഹത്വം. ചോദ്യം 19. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. ആരെപ്പറ്റിയാണ് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം: സ്നാപക യോഹന്നാൻ യേശുവിനെ പറ്റി. ചോദ്യം 20. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. അധ്യായവും വാക്യവും. ഉത്തരം: യോഹന്നാൻ 1:15. ചോദ്യം 21. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് സ്നാപക യോഹന്നാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഉത്തരം: എനിക്ക് മുൻപ് തന്നെ അവനുണ്ടായിരുന്നു. ചോദ്യം 22. യേശുവിൻ്റെ പൂർണ്ണതയിൽ നിന്നും നാം എന്തൊക്കെയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഉത്തരം: നാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ചോദ്യം 23 പൂരിപ്പിക്കുക. നിയമം ഡാഷ് വഴി നൽകപ്പെട്ടു, ഡാഷും ഡാഷുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. ഉത്തരം: മോശ, കൃപയും സത്യവുമാകട്ടെ. ചോദ്യം 24. ആരും തന്നെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ ആരാണ് വെളിപ്പെടുത്തിയത്? ഉത്തരം: പിതാവുമായി ബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ. ഇനി അടുത്തതായിട്ട് സമാനവാക്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. യോഹന്നാൻ 1:18 സമാനവാക്യം വന്നിരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ 1:18 വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയതെന്ന്. ഇതിൻ്റെ സമാനവാക്യം നമുക്ക് കാണാൻ പറ്റുന്നത് പുറപ്പാട് 32:20. അതുപോലെ യോഹന്നാൻ 6:46 1 യോഹന്നാൻ 4:12 അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1:13 അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. ഈ ഒരു വാക്യത്തിൽ നമ്മൾ ഗ്രീക്ക് കൈയെഴുത്ത് പ്രതികളെല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ബഹുവചനം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ദൈവത്തിൽ നിന്നുള്ള വിശ്വാസികളുടെ ജനനത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്.
എന്നാൽ പ്രാചീനങ്ങളായ ചില ലത്തീൻ സുറിയാനി കൈയെഴുത്ത് പ്രതികളിൽ ഏകവചനമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിവിടെ അവർ എന്ന് പറയുന്ന ബഹുവചനമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ലത്തീൻ സുറിയാനി കൈയെഴുത്ത് പ്രതികളിൽ ഏകവചനമാണ് കാണുന്നത്. അത് യേശുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുവാനായിട്ടാണ് അവിടെ ഏകവചനം കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഫുട് നോട്ടിൽ കൊടുത്തിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. ഈ ഒരു വാക്യത്തിൽ ബഹുവചനം കൂടാതെ ലത്തീൻ സുറിയാനി ഭാഷകളിൽ അവൻ എന്ന രീതിയിലാണ് പറയുന്നത്. അത് ക്രിസ്തുവിൻ്റെ ജനനത്തെ അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വാക്യമാണ് യോഹന്നാൻ 1:16. അവൻ്റെ പൂർണ്ണതയിൽ നിന്നും നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ക്രിസ്തുവിൽ യാഥാർത്ഥ്യമായി തീർന്ന കൃപയ്ക്ക് അനുസൃതമായ കൃപ എന്ന അർത്ഥത്തിലാണ് ഇവിടെ കൃപയ്ക്ക് കൃപ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? അവൻ പൂർണ്ണതയിൽ നിന്നും നാം എല്ലാം, അവൻ്റെ പൂർണ്ണതയിൽ നിന്നും നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്നത് ഇതും ഫുട് നോട്ടിലുള്ളതാണ്. അപ്പോൾ നമ്മുടെ യോഹന്നാൻ്റെ 1:1-18 വരെയുള്ള വാക്യങ്ങളുമായി ബന്ധപ്പെട്ട സമാന വാക്യങ്ങൾ, ഫുട് നോട്ടിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ, ചോദ്യങ്ങൾ എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകിയിരിക്കുന്ന ലിങ്ക് വഴി ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.